ഐഷ പോറ്റി CPIഎമ്മിന്റെ മുൻ MLA ആണ്. കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു എളിയ പ്രവർത്തകയായി ഉണ്ടാകും എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി വർഗവഞ്ചക എന്നൊക്കെയുള്ള പേരുകൾ തനിക്ക് വരാൻ സാധ്യതയുണ്ട്, വലിയ വിമർശനം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ തനിക്ക് ഇപ്പോൾ ഇതാണ് ശരിയെന്ന് തോന്നുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒരു ആക്രമണത്തെയും താൻ ഭയപ്പെടുന്നില്ല. പണ്ട് ഉണ്ടായിരുന്ന കാലത്തേതുപോലെയല്ല ഇപ്പോൾ CPIഎം ഉള്ളത് എന്നൊക്കെ അവർ വ്യക്തമാക്കുകയാണ്. ഒരു സാധാരണ പ്രവർത്തകയായി കോൺഗ്രസിൽ തുടരും എന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസിൽ അംഗത്വം നൽകിയത് ഇപ്പോൾ KPCC അധ്യക്ഷനാണ്. ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇതിൽ ഒരു ധാരണയിലേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതാവ് നേരിട്ട് നടത്തിയ ചർച്ച, അതേ തുടർന്നാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ പാർട്ടിയുമായി CPIഎമ്മുമായി അകൽച്ചയിലായിരുന്നു. പാർട്ടി സമ്മേളനങ്ങളിൽ യോഗങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. ഒപ്പം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കൊരു റോളും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ വലിയ അകൽച്ചയിലായിരുന്നു. അപ്പോഴും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അത് ഉമ്മൻചാണ്ടിയുമായുള്ള അടുപ്പത്തിന്റെ ഭാഗമായാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന മറുപടിയാണ് നൽകിയത്. താൻ സജീവമായി ഇപ്പോൾ പ്രവർത്തനത്തിലില്ല, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അന്ന് അവർ വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അപ്പോഴും ശക്തമായ അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അവർ കോൺഗ്രസിലേക്ക് ചേരാൻ പോവുകയാണ് എന്ന്. ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. ഔദ്യോഗികമായി അവർ അംഗത്വം എടുത്തിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിൽ. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതിപ്പോൾ നമുക്കറിയാം കൊട്ടാരക്കരയെ സംബന്ധിച്ചത് ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ നിയമസഭയിലേക്ക് എത്തിയത്. അങ്ങനെ കോൺഗ്രസിന്റെ കോട്ടയായിരുന്നത് പിന്നീട് ഇടത് കോട്ടയാക്കി മാറ്റുന്നതിൽ ഐഷ പോറ്റി MLA വഹിച്ച പങ്ക് വളരെ വലുതാണ്. 3 തവണയാണ് അവർ ഓരോ തവണ 2006, 2011, 2016 അങ്ങനെ 3 തവണ മത്സരിച്ച് ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവർ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ അവർ പറയുന്നത് അവർ ഒരു സാധാരണ പ്രവർത്തകയായി തുടരും, മറ്റ് ഉത്തരവാദിത്തമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ തലവേദനയാണ് എന്ന തരത്തിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ മത്സരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് UDFന് ഗുണകരമാവുകയും ചെയ്യും. അങ്ങനെ തന്നെയല്ലേ നമ്മൾ കരുതേണ്ടത്? ശ്രീജിത്ത്. അനുജ, 2006 ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചാണ് ഐഷ പോറ്റി കൊട്ടാരക്കരയിലെ തൻ്റെ പടയോട്ടം തുടങ്ങിയത്. നേരത്തെ കേരള കോൺഗ്രസ് ബിയുടെ തട്ടകമായിരുന്ന കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ വെല്ലാൻ മറ്റൊരു സ്ഥാനാർത്ഥി LDFന് ഇല്ലായിരുന്നു. ആ ഘട്ടത്തിലാണ് ഐഷ പോറ്റി അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരികയും ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിക്കുകയും ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് 3 തവണയും ഇടതുപക്ഷത്തോടൊപ്പം കൊട്ടാരക്കരയെ ചേർത്ത് നിർത്താൻ ഐഷ പോറ്റിക്ക് കഴിഞ്ഞു. ആ ഐഷ പോറ്റിയാണ് ഇപ്പോൾ UDFിലേക്ക് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. ഐഷ പോറ്റിയുമായിട്ടുള്ള കൂടിയാലോചനകൾ ഇന്നലെ രാത്രിയാണ് ഒരു അന്തിമ ധാരണയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കിയത്. ഇന്നലെ രാത്രി 10 മണിക്ക് കന്റോൺമെന്റ് ഹൗസിലെത്തി ചർച്ച നടത്താനായിരുന്നു ധാരണ. എന്നാൽ ആ സമയത്ത് കന്റോൺമെന്റ് ഹൗസിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ചർച്ച തിരുവനന്തപുരത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാത്രി വൈകിയും ഐഷ പോറ്റിയുമായി ചർച്ച നടത്തിയാണ് ധാരണയിലെത്തിയത്. ഈ ചർച്ചയിലെ ധാരണയനുസരിച്ച് മറ്റ് കോൺഗ്രസ് നേതാക്കളുമായി കൊടിക്കുന്ന് സുരേഷ് അദ്ദേഹവും കൊട്ടാരക്കരയിൽ നിന്നുള്ള നേതാവാണ്. പിന്നീട് KIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെയും അറിയിച്ചുകൊണ്ടാണ് ഐഷ പോറ്റിയുടെ വരവിന് പച്ചക്കൊടി വീശിയത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മാറും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണുള്ളത്. കാരണം അവർക്ക് അത്തരമൊരു ഉറപ്പ് ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കൊട്ടാരക്കര തിരിച്ചുപിടിക്കാൻ ഐഷ പോറ്റിയിലൂടെ സാധിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസവുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതാണ് നേരത്തെ VD സതീശൻ സൂചിപ്പിച്ച പോലെ ഇനി വരാൻ പോകുന്ന വിസ്മയങ്ങളിൽ ആദ്യത്തേതായി ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് മാറിയിരിക്കുകയാണ് അനുജ. അതാണ് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഐഷ പോറ്റിയെ CPIഎം രംഗത്തിറക്കിയത്. ബാലകൃഷ്ണപിള്ളയുടെ കോട്ടയായിരുന്നു. അവിടെ നിന്ന് ഈ മണ്ഡലം LDF പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് 2011-ലും 2016-ലും വലിയ ഭൂരിപക്ഷത്തോടെ അവർ വിജയിച്ചു വന്നു. എന്നാൽ കഴിഞ്ഞ തവണ അവർക്ക് സീറ്റ് നൽകിയില്ല. അവർ കടുത്ത അതൃപ്തിയിൽ ആയിരുന്നു ആ സമയം മുതൽ. പിന്നീട് യോഗങ്ങളിലൊന്നും പങ്കെടുക്കാത്ത, സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ പോലും കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലും അവർ പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ അകൽച്ചയിൽ അവർ തുടരുകയാണ്. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിശദീകരണം അവർ നൽകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് ഐഷ പോറ്റി. UDFിനെ സംബന്ധിച്ച് ഇത് വലിയ രാഷ്ട്രീയ നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അരുൺരാജ് കൂടിയുണ്ട്. അരുൺരാജ്, ഐഷ പോറ്റിയുടെ വരവ് അത് UDFിനെ സംബന്ധിച്ച് വലിയ പ്ലസ് ആണെന്നതിൽ തർക്കമില്ല. സ്ഥാനാർത്ഥിയാകുമെന്നത് ഏറെക്കുറെ ഉറപ്പിക്കാമോ? അവർ ഒരു ഘട്ടത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവർ അതിൽ നിന്ന് വിരമിച്ചു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതൊന്നും ആയിരിക്കില്ല. അവർ സ്ഥാനാർത്ഥിയാകുമെന്ന് നമുക്ക് പറയാമോ?
അഞ്ച് തീർച്ചയായും 2006 ആർ ബാലകൃഷ്ണപിള്ളയെ 12,968 വോട്ടുകൾക്ക് അട്ടിമറിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ വരവറിയിക്കുന്നത്. തുടർന്ന് 2021 ആ ഭൂരിപക്ഷം 20,592 ഉയർത്തുകയും ചെയ്തു. 2016 42,632 എന്ന വമ്പൻ മാർജിനിലാണ് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ നിന്ന് വിജയിക്കുന്നത്. ആ ഘട്ടത്തിൽ ഒന്നുകിൽ അവർ സ്പീക്കറാവും അല്ലെങ്കിൽ അത് മന്ത്രിയാകും എന്ന ചർച്ചകൾ വരെ സജീവമായതാണ്. പക്ഷേ രണ്ടുമായില്ല. ഇതിനുശേഷമാണ് പാർട്ടിയുമായുള്ള ഐഷ പോറ്റിയുടെ അകലം തുടരുന്നത്. ഈ അകലം തുടരുമ്പോഴൊക്കെ പാർട്ടിയിൽ നിന്ന് പാർട്ടി ഘടകങ്ങളിൽ നിൽക്കുമ്പോഴും പാർട്ടി ലോയേഴ്സ് യൂണിയന്റെ ഭാഗമായി നിൽക്കുമ്പോഴും എല്ലാം പാർട്ടി നേതൃത്വം നിരന്തരമായി ഐഷ പോറ്റിയുമായി സംസാരിക്കാൻ ശ്രമിച്ചു. ഈ രണ്ട് ടേം നിബന്ധന പിന്നാലെയാണ് ഐഷ പോറ്റിക്ക് കൊട്ടാരക്കര മണ്ഡലം തന്നെ നഷ്ടമാകുന്നത്. തുടർന്ന് KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് ജനവിധി തേടി. പക്ഷേ KN ബാലഗോപാലിന് ഐഷ പോറ്റിയുടെ 42,000 ഭൂരിപക്ഷം 2,000 മാത്രമായി ചുരുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അത് KN ബാലഗോപാലിന്റെ ജനപ്രീതി കുറഞ്ഞുകൊണ്ടാണെന്ന വലിയ ആക്ഷേപം അന്ന് തന്നെ ഐഷ പോറ്റിയുടെ കൂടെ നിൽക്കുന്നവർ അടക്കം ഉന്നയിച്ചതാണ്. പിന്നീട് കോൺഗ്രസ് വേദികളിൽ സജീവ സാന്നിധ്യമായി ഐഷ പോറ്റി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.